ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കാറുള്ള അതേ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കബാബിന്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഓൾ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്ത ചിക്കനാണിത്. നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാം നേരെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 5 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ഒരു ചെറിയ മുട്ട നോക്കിയിട്ട് ചേർത്തോളൂ കേട്ടോ, കുഴപ്പമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നോക്കിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ലൂസായി പോകരുത്. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാണ് നമുക്കിത് കോട്ടിങ്ങായിട്ട് വേണ്ടത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. നിങ്ങൾക്ക് ബോൺലെസ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓപ്ഷണലാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ, ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ ഒരു സൈഡ് മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്, നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മറ്റേ സൈഡും കൂടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കബാബാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ മൊത്തത്തിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയും കൂടെ ഓൾമോസ്റ്റ് ഫിനിഷിങ് ആയിട്ടുണ്ട്. കുറേ ബാലൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കബാബാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.